देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം എല്ലാ അധ്യായങ്ങളും എല്ലാ ശ്ലോകങ്ങളും വായിച്ചു. അതിലെ ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചു, അത് ചർച്ച ചെയ്തു, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ ഭഗവത്ഗീത നിരന്തരം അഭ്യസിക്കേണ്ടതാണ്. ഭഗവാൻ പറയുന്നു, അഭ്യാസേനത് കൗന്ദേയ. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഒരു പ്രാവശ്യം ഭഗവത്ഗീത കേട്ടത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. നിരന്തരമായിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം, അല്ലെ? നമ്മള് മായയുടെ ലോകത്താണ് ജീവിക്കുന്നത്. മായ എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ മായ്ച്ചു കളയുന്ന ആളാണ്, അല്ലെ? നമ്മൾ ഭഗവാനെ കുറിച്ച് കേട്ടു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് മറന്നുപോകും. മായയുടെ ലോകത്തിൽ അങ്ങനെയാണ്. യോഗമായ സമാവൃത, ഭഗവാൻ മൂടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്, ത്രിഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ത്രിഗുണങ്ങൾ ബാധിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ പെട്ടെന്ന് തന്നെ മറന്നുപോകും, അല്ലെ? ത്രിപിർഗുണമയേർ ഭാവേ ഏവി സർവമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേദ്യ പരമഭയം. ത്രിഗുണങ്ങളാൽ എല്ലാവരും മോഹിക്കപ്പെടുന്നു. ഭഗവാനെ കുറിച്ചുള്ള അറിവ് ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ബുദ്ധിയിൽ നിന്നും മറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കേണ്ടതാണ്. നിരന്തരം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം, നിരന്തരം നമ്മൾ ഭഗവാനെ കുറിച്ച് പറയുകയും ചെയ്യണം. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം. ഭഗവാനെ കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കണം എന്നാണ് പറയുന്നത്. നിത്യം ഭാഗവത സേവയാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത് നിരന്തരമായിട്ടാണ്, എപ്പോഴും കേൾക്കണം. ഭഗവാനെ കീർത്തിക്കേണ്ടത് നിരന്തരമാണ്. കീർത്തനീയ സദാഹരി എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഭഗവത്ഗീത പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞു. അങ്ങനെ കൂടുതൽ നമ്മൾക്ക് ഓർക്കാനുള്ള അവസരം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ഈ 18 അധ്യായങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓരോ അധ്യായത്തിലും എന്തൊക്കെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ഒന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഈ അധ്യായത്തിലുള്ളത്. നമ്മൾ 18 അധ്യായം കേട്ടു, നമ്മളോട് പറയാണ് 18 അധ്യായത്തിൽ എന്തൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത് എന്ന് നമ്മളോട് പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് ഓർക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മളെല്ലാം കേട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ വീണ്ടും നമ്മളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇനിയുള്ള ഈ ദിവസങ്ങളിൽ 4-5 ദിവസങ്ങളിൽ നമ്മൾക്ക് ഓരോ അധ്യായത്തിലും ഭഗവാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളൊരു സംഗ്രഹം, ഒരു പുനർ അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് വിചാരിച്ചു. ആദ്യത്തെ അധ്യായം 18 അധ്യായമാണുള്ളത്. ആദ്യത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിലാണ്. ഹസ്തിനപുരിയിലാണ് ആദ്യം നമ്മുടെ
ആ സീൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നു, തന്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയനോട് ചോദിക്കുന്നതാണ് ആദ്യത്തെ രംഗം. ആദ്യത്തെ രംഗം നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നത്. ആദ്യം കുരുക്ഷേത്ര യുദ്ധഭൂമി അല്ല കാണിക്കുന്നത്. ആദ്യം എവിടെയാണ് കാണിക്കുന്നത്? ഹസ്തിനപുരിയിലെ കൊട്ടാരമാണ്. അവിടെ രണ്ടുപേര് ഇരിക്കുന്നുണ്ട്, അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രനും അദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയനും. അപ്പോൾ ധൃതരാഷ്ട്രൻ ആ കുരുക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതാണ് ആദ്യത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ. ആദ്യത്തെ രംഗവും അത് തന്നെയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാ യുയുത്സവ മാമക പാണ്ഡവാശൈവ കിം അകുർവത സഞ്ജയ എന്നുള്ള ചോദ്യത്തിലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്ന ശബ്ദം ധർമ്മം എന്നുള്ള ശബ്ദം വെച്ചാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ഗ്രന്ഥം ധർമ്മത്തെ കുറിച്ച് പറയാൻ പോകുന്ന ഗ്രന്ഥമാണ്. യഥാർത്ഥ ധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്ന് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ ഭഗവത്ഗീത ഏറ്റവും പരമോന്നതമായിട്ടുള്ള നീതിശാസ്ത്രമാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള നീതിശാസ്ത്രമാണ്. ഭഗവാന്റെ നീതിയാണ്, ഭഗവാന്റെ ധർമ്മമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അത് നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ധർമ്മം എന്നുള്ള വാക്കിലാണ് ഈ ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാ യുയുത്സവ മാമക പാണ്ഡവാശൈവ കിം അകുർവത സഞ്ജയ. എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? അപ്പോൾ വിശദമായിട്ട് നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല. ഈ ഒന്നാമത്തെ അധ്യായത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നമ്മൾ ഓടിച്ചു നോക്കുന്നത്. എന്താണ് നമ്മൾ ഒരു തിരിഞ്ഞു നോട്ടം, ഒരു തിരനോട്ടം നടത്തുന്നത്. അപ്പോൾ സഞ്ജയൻ മറുപടി പറയുന്നതാണ്. സഞ്ജയൻ മറുപടി പറയുമ്പോഴാണ് രംഗം എങ്ങോട്ട് പോകുന്നത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് പോകുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യമാണ് പിന്നെ സഞ്ജയൻ പറയുന്നത്. അവിടെ ദുര്യോധനൻ ആദ്യമായിട്ട് പാണ്ഡവ സൈന്യത്തെ കണ്ടു. പാണ്ഡവ സൈന്യത്തെ കണ്ട സമയത്തിന് അദ്ദേഹത്തിന് കുറച്ച് ആദിയായി. ഇത്രയും സൈന്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ആചാര്യം ഉപസംഗമ്യ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ പറയാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മൾ ഭീഷ്മദേവനെ സംരക്ഷിക്കണം, ഭീഷ്മർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണമൊക്കെ നൽകണം. നമ്മുടെ സൈന്യം അളവറ്റതാണ്. ഭീമന്റെ സൈന്യം അത്ര വലുതല്ല. നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവമേവഹി അയനേഷു ച സർവേഷു യഥാഭാഗം അവർത്തിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവം ഏവഹി. നമ്മൾ ഭീഷ്മർക്ക് എല്ലാവിധ പിന്തുണയും നൽകണം. നിങ്ങളാണ് സൈന്യാധിപൻ, ഭീഷ്മർക്ക് എല്ലാവിധ സംരക്ഷണം നിങ്ങൾ നൽകണം എന്ന് ദ്രോണാചാര്യരോട് നിർദ്ദേശം നൽകി. ആ സമയത്ത് ഭീഷ്മർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ദ്രോണാചാര്യനെ, ദുര്യോധനനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭീഷ്മൻ തന്റെ ശംഖമെടുത്ത് വലിയ ഉച്ചത്തിൽ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം തത്വോ പ്രതാപമാൻ തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം തത്വോ പ്രതാപമാൻ. ആദ്യം അദ്ദേഹം ഒന്ന് അട്ടഹസിച്ചു. സിംഹത്തിന്റെ ശബ്ദത്തിൽ അദ്ദേഹം അട്ടഹസിച്ചു. അതിനുശേഷം തന്റെ ശംഖമെടുത്ത് ഉച്ചത്തിൽ ആ ദുര്യോധനനെ, എന്നെ സംരക്ഷിക്കണമെന്നാണ് ദുര്യോധനൻ വന്ന് പറഞ്ഞത്, ദുര്യോധനനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭീഷ്മർ തന്റെ ശംഖമെടുത്ത് ഉച്ചത്തിൽ ശംഖം തത്വോ പ്രതാപമാൻ, ആ പ്രതാപവാനായിട്ടുള്ള ഭീഷ്മദേവൻ ശംഖ് വിളിച്ചു, ശംഖെടുത്ത് ഊതി എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ വലിയ കോലാഹലമായി. ആ കോലാഹലമൊക്കെ അടങ്ങിയതിനു ശേഷം മറുവശത്ത് നിന്നിരുന്ന കൃഷ്ണാർജുനന്മാരെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് കൃഷ്ണാർജുനന്മാരെ കുറിച്ച് വർണ്ണിക്കുന്നത്. തദശേതേർഹയേർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതോ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രതത്മതു. 14ാമത്തെ ശ്ലോകത്തിൽ ആ സമയത്ത് നമ്മൾക്ക് കൃഷ്ണാർജുനന്മാരെ കാണാൻ സാധിക്കും. തദശ്വേതേർഹയേർ യുക്തേ മഹദിസ്യന്തനേ സ്ഥിതോ. അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? അവരുടെ തേര് വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ളതാണ്.
അവരുടെ തേര് അവര് മഹത്തായിട്ടുള്ള സാധാരണ ഒരു സ്യന്തനത്തിലല്ല, സാധാരണ ഒരു തേരിലല്ല ഇരിക്കുന്നത്. മഹതിസ്യന്തനയെ സ്ഥിരം, മഹത്തായിട്ടുള്ള അഗ്നിദേവൻ കൊടുത്തിട്ടുള്ള ആ പ്രത്യേക തേരിലാണ് അവരിയ്ക്കുന്നത്. മാധവ പാണ്ഡവാശൈവ. ആദ്യമായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? മാധവൻ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും അർജുനന് നൽകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മാധവ പാണ്ഡവാശൈവം. പാണ്ഡവൻ എന്ന് പറയുന്നത് അർജുനനെയാണ്. അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ദിവ്യവും ശംഖവും പ്രതത്മതും. അവരുടെ ദിവ്യമായിട്ടുള്ള ശംഖുകൾ വളരെ ഭംഗിയായിട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. അല്ലെ, ഭീഷ്മദേവൻ ശംഖു ഊതിയ സമയത്ത് എന്താണ് പറഞ്ഞത്? ശംഖം ദത്മോ പ്രതാപവാൻ. ശംഖു വിളിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കൃഷ്ണാർജുനന്മാർ ശംഖു വിളിച്ച സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ദിവ്യവും ശംഖവും പ്രതത്മതവും. ദിവ്യമായിട്ടുള്ള ശംഖാണ് അവർ വിളിച്ചത്, സാധാരണ ശംഖുകളല്ല. അതിന്റെ അർത്ഥം ഈ രണ്ട് വ്യക്തികളും സാധാരണ വ്യക്തികളല്ല എന്നുള്ളതിന്റെ സൂചനയാണ്. മാത്രമല്ല അവർ ശംഖു വിളിച്ചത് ശംഖം ദത്മോ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ദിവ്യവും ശംഖവും പ്രതത്മതവും. വളരെ മനോഹരമായിട്ട് അവര് ആ ശംഖു വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ആ കൃഷ്ണാർജുനന്മാരുടെ പ്രത്യേകതകളാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പാണ്ഡവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ശംഖുകളൊക്കെ വിളിച്ചു, അല്ലെ? പൗണ്ഡ്രം തത്വോ മഹാശംഖം ഭീമകർമ്മോ വൃക്കോദര അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷ മണിപുഷ്പകം. ഓരോരുത്തരുടെയും ശംഖിന് പേരുകളുണ്ട്. അവരതൊക്കെ വിളിച്ചു. അങ്ങനെ ശംഖു വിളിച്ചു. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ആ യുദ്ധം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് 21-ാമത്തെ ശ്ലോകത്തിൽ. അർജുനനാണ് ആദ്യമായിട്ട് ഈ യുദ്ധഭൂമിയിൽ സംസാരിക്കുന്നത്. അർജുനൻ ഭഗവാനോട് എന്ത് പറഞ്ഞു? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുതാണ്. അർജുനൻ ഭഗവാനോട് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. എന്താണ്? രണ്ട് സൈന്യത്തിന്റെയും നടുക്കിലായിട്ട് ആ രഥത്തിനെ, നമ്മുടെ രഥത്തിനെ കൊണ്ടുപോയി സ്ഥാപിക്കുക. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. എന്റെ ഈ രഥത്തെ കൊണ്ടുപോയി നിർത്തുക അച്യുത ഭഗവാനെ എന്ന് പറഞ്ഞു. എന്തിനാണ്? ഈ രണ്ട് വശത്തുമുള്ള സൈന്യാധിപന്മാരെ, ആരൊക്കെയാണ് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളത് എന്ന് എനിക്കൊന്ന് കാണണം. ഏതായാലും അവരെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, അതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ആ സൈന്യത്തിന്റെ മധ്യത്തിൽ കൊണ്ടുപോയി രഥം സ്ഥാപിക്കാൻ വേണ്ടി അർജുനൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ. ആരൊക്കെയാണ് യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നൊന്ന് ഞാനൊന്ന് കാണട്ടെ, അതിനുശേഷം യുദ്ധം ആരംഭിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അർജുനൻ ഒന്നും പറയാതെ, തിരിച്ചൊന്നും പറയാതെ അർജുനന്റെ ആ ആജ്ഞ ഒരു സാധാരണ തേരാളിയെ പോലെ ശിരസാ വഹിച്ചുകൊണ്ട് ഭഗവാൻ ആ രഥം സേനയുടെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി എന്നാണ് പറയുന്നത്. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ആ ഉത്തമമായിട്ടുള്ള രഥം, സാധാരണ രഥമല്ല, ഉത്തമമായിട്ടുള്ള രഥം ഇരു സൈന്യത്തിനും മധ്യത്തിലായി കൊണ്ടുപോയി നിർത്തി എന്നാണ് പറയുന്നത്. ആ സമയത്താണ് അർജുനൻ യുദ്ധഭൂമിയെ നിരീക്ഷിക്കുന്നത്. അർജുനൻ ആരെയൊക്കെയാണ് കാണുന്നത് എന്ന് പറയുന്നു. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃപിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതരൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശുശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. അവിടെ ചുറ്റുപാട് കാണുന്നത് എന്റെ സ്വന്തം കുടുംബക്കാരെയാണ്, എല്ലാവരും എന്റെ ബന്ധുക്കളാണ്. ഒന്നുകിൽ പിതൃക്കളെ പോലെ പിതൃതുല്യരായിട്ടുള്ളവർ, അല്ലെങ്കിൽ അമ്മാവന്മാർ, അല്ലെങ്കിൽ പുത്രന്മാർ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അതുമല്ലെങ്കിൽ സഹോദരന്മാർ. ഇവരൊക്കെയാണ് രണ്ട് പക്ഷത്തും ഇരിക്കുന്നത്. രണ്ട് പക്ഷത്തുമുള്ളത് തന്റെ കുടുംബക്കാരാണ്. എല്ലാവരും സർവാൻ ബന്ധൂനവസ്ഥിതാൻ, എല്ലാവരും എന്റെ ബന്ധുക്കളാണ്. ആ സമയത്ത് അർജുനന് വലിയ ഒരു കൃപ അവരോട് തോന്നുകയാണ്. അവരോട് വലിയ ദയ തോന്നുന്നു. ഇവരെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതം അപ്രപീ. ആ സമയത്ത് അതുവരെയുള്ള യുദ്ധവീര്യമൊക്കെ താഴ്ന്നു വന്നു.
അദ്ദേഹത്തിന് വലിയ അനുകമ്പ അവരോടുണ്ടായി. ഇവരെ ഞാൻ കൊല്ലണമോ വേണ്ടയോ എന്നുള്ളൊരു സംശയമുണ്ടായി. അങ്ങനെ ആ കൃപയോടുകൂടി അർജുനൻ സംസാരിക്കുന്നതാണ് ഭഗവാനോട്. ഞാൻ ഇവിടെ കാണുന്നത് എല്ലാവരും എന്റെ ബന്ധുക്കളാണ്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ, ഇതെന്റെ എല്ലാവരും എന്റെ സ്വജനമാണ്, എല്ലാവരും എന്റെ ബന്ധുക്കളാണ്. അപ്പോൾ അർജുനന് ആരോടും യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അവരെല്ലാം അർജുനനെയും പാണ്ഡവരെയും വലിയ രീതിയിൽ ദുഃഖിപ്പിച്ചിട്ടുള്ള, ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള വ്യക്തികളാണ് ചുറ്റുപാട് നിൽക്കുന്നത്. പക്ഷെ അർജുനൻ അവരെ എല്ലാവരെയും സ്വജനമായിട്ട്, ബന്ധുക്കളായിട്ട് കണ്ടു. അവരോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അർജുനൻ പറയും. എനിക്ക് രാജ്യവും വേണ്ട, ഇവിടെ വിജയവും വേണ്ട. ന കാംക്ഷേ വിജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേനവ. എനിക്ക് രാജ്യത്തിന്റെയും ആവശ്യമില്ല, വിജയത്തിന്റെയും ആവശ്യമില്ല. കാരണം ഇവരെയൊക്കെ കൊന്നിട്ട് പിന്നെ രാജ്യം കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനന്റെ ശരീരത്തിലും മനസ്സിലും വലിയ മാറ്റമുണ്ടായി. അർജുനന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം ശ്രംസദേഹസ്താത്, കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതിപ്പോയി എന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് നിൽക്കാൻ പോലും സാധിച്ചില്ല എന്ന് പറയുന്നു. സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേവതുശ്ച ശരീരമേ രോമഹർഷശ്ചായതേ. ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അതേപോലെ മുഖം വറ്റി വരണ്ടു, ശരീരം മുഴുവൻ ചുട്ടുകൊള്ളുന്നതായിട്ട് അർജുനന് തോന്നി എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ കളിച്ചു നടന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്നോട് വലിയ സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുള്ള ആ ബന്ധുക്കളെയൊക്കെ ഞാൻ കൊല്ലേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് വലിയ അനുകമ്പ അവരോടുണ്ടായി. ഇങ്ങനെ ഒരു യുദ്ധം ജയിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അർജുനൻ തുറന്നു പറഞ്ഞു. മാത്രമല്ല, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ മറ്റു പല ദോഷങ്ങളും ഉണ്ടാകും. അത് വലിയ പാപമാണ്. സ്വജനം ഹി കഥമത്വ സുഖിനസ്യ മാധവ. യുദ്ധം, നമ്മളെ സ്വജനങ്ങളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് സുഖമുണ്ടാവുക? പിന്നീടുള്ള ഒരു രാത്രിയിലും എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കില്ല. മാത്രമല്ല, നമ്മുടെ ഈ സ്വജനങ്ങളെയൊക്കെ കൊല്ലുന്നത് വലിയ പാപമാണ്. പാപമേവ ആശ്രയേതസ്മാൻ ഹത്വൈതാൻ ആദതായിനം. അവര് തെറ്റുകാരാണെങ്കിലും നമ്മൾ അവരെ കൊല്ലുന്നത് വലിയ പാപമാണ്. യുദ്ധം ചെയ്തു കഴിഞ്ഞാലും എനിക്ക് യാതൊരു സുഖവും ഉണ്ടാവില്ല. ഇനി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുലത്തിലുള്ള, നമ്മുടെ ജാതിയിലുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബം മുഴുവൻ നശിച്ചു പോകും, നമ്മുടെ കുലം മുഴുവൻ നശിച്ചു പോകും ഈ യുദ്ധം കൊണ്ട്. കുലം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ മുഴുവൻ ഇല്ലാതായി പോകും, അല്ലെ? ആ കുടുംബത്തിലെ സ്ത്രീകൾ മുഴുവൻ ദുഷിച്ചു പോകും, അവരെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നീടുണ്ടാകുന്ന തലമുറയ്ക്ക് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടാകും. ഇതിനൊക്കെ ഞാൻ കാരണമായിട്ട് തീരും. ഈ കുലം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിത്യമായിട്ട് നരകത്തിൽ താമസിക്കേണ്ടി വരും. നരകേ നിയതം വാസോ ഭവതി ഇത്യനുശുശ്രുമ. കുലത്തിനെ നശിപ്പിച്ചവര് സ്ഥിരമായിട്ട് നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതി ഇത്യനുശുശ്രുമ. അപ്പൊ യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടി പല പല കാരണങ്ങളും അർജുനൻ നിരത്തി. അല്ല, ഇത് വലിയ പാപമാണ്. യുദ്ധം ചെയ്തു കഴിഞ്ഞാലും എനിക്ക് സുഖമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുലം മുഴുവൻ നശിച്ചു പോകും. കുലത്തെ നശിപ്പിക്കുന്നവൻ നരകത്തിൽ സ്ഥിരമായിട്ട് താമസിക്കേണ്ടി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി പല കാരണങ്ങളും അർജുനൻ ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ അർജുനൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ കയ്യിൽ നിന്ന് ഗാണ്ഡീവമൊക്കെ താഴെ വെച്ച് ആ തേരിൽ ഇരിക്കുന്ന ഒരു രംഗമാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. ഏവമുക്ത അർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്നമാനസഃ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരിക്കുന്ന, ദുഃഖിച്ചുകൊണ്ട് തളർന്ന് ഇരിക്കുന്ന, ഒരിക്കലും ഗാണ്ഡീവം അർജുനൻ താഴെ വെക്കാറില്ല. ആ ഗാണ്ഡീവമൊക്കെ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ താഴെ വെച്ചുകൊണ്ട് തളർന്നിരിക്കുന്ന അർജുനനെയാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അതേ രംഗത്തിൽ തന്നെയാണ്. അർജുനൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അർജുനൻ തളർന്നിരിക്കുക മാത്രമല്ല,
അർജുനൻ യുദ്ധവീരനാണെങ്കിൽ പോലും തന്റെ ആ കൃപ കൊണ്ട്, തന്റെ മറ്റുള്ളവരോടുള്ള ദയ കൊണ്ട് അവിടെ കരഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. തം തഥാ കൃപയാവിഷ്ടോ, രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം, ആത്മതത്വോപദേശം പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിൽ ആദ്യം തന്നെ അർജുനൻ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തം തഥാ കൃപയാവിഷ്ടോ അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. കരയുന്നുണ്ട് അർജുനൻ. അശ്രുപൂർണാകുലേക്ഷണം, കണ്ണിൽ നിറച്ചും കണ്ണുനീരാണ്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനൻ. ആ അർജുനനോട് ഭഗവാൻ ഒരു സുഹൃത്തിന്റെ ഭാവത്തിൽ, എന്താണ് നിനക്ക് പറ്റിയത്? നിനക്കിതൊന്നും യോജിച്ചതല്ല, നീ യുദ്ധത്തിന് വന്നിട്ടുള്ളതാണ്, നീ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞു. അല്ലെ, ആകസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം ആസ്മകമപ്പാർത്ത നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം രക്തോത്തിഷ്ഠപരന്തവ. ഭഗവാൻ ഒരു കാഷ്വൽ ആയിട്ട് ഒരു സുഹൃത്തിനെ പോലെ പറഞ്ഞു, നീ എന്താണ് കാണിക്കുന്നത്? ഇങ്ങനെ യുദ്ധഭൂമിയിൽ വന്നിട്ട് നീ ആദ്യമായിട്ടൊന്നല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്, നിനക്കൊട്ടും യോജിച്ചതല്ല, നീ ക്ഷത്രിയനാണ്, നീ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും, രക്തോത്തിഷ്ഠപരന്തവ എന്ന് പറഞ്ഞു. പക്ഷെ അർജുനൻ അത് ചെവിക്കൊള്ളുന്നില്ല. അർജുനൻ വീണ്ടും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും എന്റെ ഗുരുജനങ്ങളാണ്, നിനക്കറിയാഞ്ഞിട്ടാണ്. ഞാൻ ഗുരുവിനെ പോലെ ഗുരുതുല്യം ആരാധിക്കുന്ന വ്യക്തികളാണ് ദ്രോണനും ഭീഷ്മരും. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഞാൻ പൂജിക്കേണ്ടവരാണ് ഇവര്. അവരെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരെ കൊന്നിട്ട് കിട്ടുന്ന രാജ്യം അവരുടെ രക്തം പുരണ്ടതായിരിക്കും. കുഞ്ചിയ പോകാൻ രുതിരപ്രതിഗ്ധാൻ, അവരുടെ രക്തം പുരണ്ട രാജ്യം എനിക്ക് ആവശ്യമില്ല. ഗുരുവിനെ കൊന്നു എന്നുള്ള പേരും എനിക്കുണ്ടാകും, അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അർജുനൻ ആകെ ഒരു തകർന്നു പോയ, കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. യുദ്ധം ചെയ്യണോ? ഭഗവാനാണെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നു. ചുറ്റുപാടുമുള്ളത് അധർമ്മികളാണ്, പക്ഷെ അവരെല്ലാവരും എൻ്റെ ബന്ധുക്കളുമാണ്. ഇങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന് കൃത്യമായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അർജുനൻ പിന്നീട് തുറന്നു പറയുകയാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാൻ ത്വാം പ്രപന്നം. ഞാൻ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതാണോ, അവർ യുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കുന്നതാണോ, ഏതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. 6ാമത്തെ ശ്ലോകത്തിൽ നൈതതിത്മാകതരന്നോ ഗരിയോ യദ്വാ ജയേമ യദിവാനോ ജയേയു യാനേ മഹത്വാനജീവിഷാമ തേ അവസ്ഥിത പ്രമുഖേതാർത്ഥരാഷ്ട്ര. അവര് യുദ്ധത്തിൽ ജയിക്കുന്നതാണോ അല്ലെങ്കിൽ ഞാൻ അവരെ തോൽപ്പിക്കുന്നതാണോ, ഏതാണ് ശ്രേയസ്കരം എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യത് ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാ ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷം കൊണ്ട് എനിക്ക് ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് എന്നൊന്നും മനസ്സിലാകുന്നില്ല. ധർമ്മസമ്മൂഢചേത, ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്ത് വേണം? യത് ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ, എനിക്ക് എന്താണ് ശ്രേയസ്കരം എന്ന് അങ്ങ് തന്നെ പറഞ്ഞു തരണം. ബ്രൂഹി, അങ്ങ് പറഞ്ഞു തരണം. എന്റെ ശ്രേയസ്സിന് നല്ലതെന്താണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞു തരണം. ശിഷ്യസ്തേഹം, നമ്മൾ നേരത്തെ പോലെ ഫ്രണ്ട്സിനെ പോലെ അല്ല ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നത്, ഒരു സുഹൃത്ത് എന്നുള്ള നിലവാരത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങ് നേരത്തെ എന്നോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചു, എഴുന്നേൽക്ക് യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു ഗുരുവിന്റെ ഉപദേശമാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിട്ടുള്ള ശിഷ്യനാണ്. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, അങ്ങനെ ശാസിക്കണം, എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകണം. കാരണം അങ്ങേക്ക് അതിന് സാധിക്കും. അങ്ങ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സുഹൃത്ത് രൂപത്തിലുള്ള
സംസാരമല്ല ആവശ്യം, ഒരു ഗുരുവിന്റെ ഉപദേശമാണ് എനിക്ക് ആവശ്യം. ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിട്ടുള്ള ശിഷ്യനാണ്. ശിഷ്യസ്തേഹം ശാതിമാത്വാം പ്രപന്നം. ഞാൻ അങ്ങേ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നു, അങ്ങനെ ശാസിച്ചാലും എന്ന് പറഞ്ഞിട്ട് അർജുനൻ ആ സുഹൃത് ഭാവത്തിൽ നിന്ന് മാറി ശിഷ്യനായിക്കൊണ്ട്, ഭഗവാന്റെ ശിഷ്യനായിക്കൊണ്ട് എന്നെ ഉപദേശിക്കൂ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചു, ഭഗവാനെ ശരണം പ്രാപിച്ചു. 7ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ അത് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ് സഞ്ജയൻ പറയുന്നത്. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോർഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അർജുനന്റെ ഈ കൺഫ്യൂഷൻ, അർജുനന്റെ ഈ തളർച്ച, ദുഃഖം, ഇതെല്ലാം കണ്ടിട്ടും ഭഗവാൻ എന്താണ് ചെയ്തത്? പ്രഹസന്നിവ ഭാരത. ഭഗവാന് യാതൊരു മാറ്റവുമില്ല, ഭഗവാന്റെ ഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ഒരിക്കലും ഉത്കണ്ഠാകുലനായില്ല. എന്താണ് അർജുന നിനക്ക് പറ്റിയത് എന്നൊന്നും ഭഗവാൻ ചോദിച്ചില്ല. ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. പ്രഹസന്നിവ ഭാരത. ഭഗവാൻ പ്രഹസൻ, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനോട് എന്തു പറ്റി, നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. ഭഗവാൻ ഉപദേശം ആരംഭിച്ചു എന്നാണ് സഞ്ജയൻ പറയുന്നത്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? ആദ്യം തന്നെ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ഒരു ബുദ്ധിയുള്ള കാര്യമല്ല. നീ പറഞ്ഞു അവരെല്ലാം മരിച്ചു പോകും, അല്ലെ, അവരെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുലം മുഴുവൻ നശിച്ചു പോകും എന്നൊക്കെ നീ പറഞ്ഞു. ഇത് വലിയ പാപമാണ് എന്നൊക്കെ നീ പറഞ്ഞു. പക്ഷെ അതൊന്നും ഒരു യഥാർത്ഥ ബുദ്ധിമാൻ പറയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അർജുനെ വേറൊരു നിലവാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അശോച്യാൻ അന്നശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ. നീ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു, പക്ഷെ നീ ദുഃഖിക്കുകയും ചെയ്യുന്നു. അത് യഥാർത്ഥ ബുദ്ധിയല്ല. യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യുന്നില്ല? ശരീരം നശിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ദുഃഖിക്കുന്നില്ല എന്ന് ആദ്യമായിട്ട് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശം ആരംഭിച്ചു. 11ാമത്തെ ശ്ലോകത്തിൽ അശോച്യാൻ അന്നശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂച്ച നാനുശോചന്തി പണ്ഡിത. അപ്പൊ പണ്ഡിതന്റെ ലക്ഷണം എന്താണ്? ആ പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല എന്നുള്ളതാണ് ലക്ഷണം, അല്ലെ? നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ദുഃഖങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥ ബുദ്ധി കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ യഥാർത്ഥ പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല, നാനുശോചന്തി പണ്ഡിത എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 11ാമത്തെ ശ്ലോകം മുതൽ 30ാമത്തെ ശ്ലോകം വരെ ശരീരം നശിച്ചാലും ജീവാത്മാവ്, ജീവൻ ഒരിക്കലും നശിക്കുന്നില്ല. എല്ലാവരും എല്ലാ കാലത്തും നിലനിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞത്. അല്ല, ജീവന് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, ശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, ശരീരത്തിനെ കീറിമുറിച്ചു കഴിഞ്ഞാലും ജീവന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ആർക്കാണ് സംഭവിക്കുന്നത്? ജീവന്റെ പുറത്തുള്ള ആ ശരീരത്തിന് മാത്രമാണ്, ജീവന്റെ പുറന്തോടിന് മാത്രമാണ് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. എല്ലാ മാറ്റങ്ങളും ആ പുറന്തോടായിട്ടുള്ള ശരീരത്തിന് മാത്രമാണ് സംഭവിക്കുന്നത്. എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ജീവൻ ഒരു മാറ്റവും സംഭവിക്കാത്തതാണ് എന്നുള്ള ഒരു തത്വം, സാഖ്യയോഗം, ജീവാത്മാവിന്റെയും ശരീരത്തിന്റെയും വ്യത്യാസം ഭഗവാൻ 30ാമത്തെ ശ്ലോകം വരെ പല രീതിയിൽ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഒരേ പോയിന്റ് ആണ് പറയുന്നത്. എന്താണ് പ്രധാനമായിട്ടുള്ള പോയിന്റ്? ജീവൻ ഒരിക്കലും നശിക്കുന്നില്ല, ശരീരമാണ് നശിക്കുന്നത്. അന്തമന്ത ഇമേദേഹ നിത്യശോക്ത ശരീരേണ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്സ ഭാരത. ശരീരം നശിച്ചു പോകുന്നതാണ്, ജീവൻ നിത്യനാണ്. നജായതേ മ്രിയദേവാ കഥാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതൊരിക്കലും നശിക്കാത്തതാണ്, അത് പുരാണനാണ്, എല്ലാ കാലത്തും ഉള്ളതാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിപ്പിച്ചാലും ആ ജീവൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. നമ്മളെല്ലാവരും എല്ലാ കാലത്തും നിലനിൽക്കും. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപ്. നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരെല്ലാവരും എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യം പല രീതിയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കും.
ഇനി ആയുധങ്ങൾ കൊണ്ടൊക്കെ ശരീരത്തിനെ മുറിച്ചാലും ശരീരത്തിന് മാത്രമാണ് മുറിവേൽക്കുന്നത്, ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നീ ജീവനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥ ബുദ്ധി, ആത്മീയ ബുദ്ധി ലഭിച്ച ഒരു വ്യക്തി ശരീരത്തെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നില്ല എന്ന് ഭഗവാൻ അവസാനമായിട്ട് 30-ാമത്തെ ശ്ലോകം വരെ വിശദീകരിച്ച് പറഞ്ഞു. 30-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ദേഹി നിത്യം, ശരീരത്തിലിരിക്കുന്ന ആ ദേഹി നിത്യമാണ്. അവധ്യോയം, അതിനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല. അത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ തന്നെയാണ്. ഒരു ജീവാത്മാവും മരിച്ചു പോകുന്നില്ല. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. അതുകൊണ്ട് ഒരു ജീവജാലത്തിനെ കുറിച്ചും ചിന്തിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു ജീവജാലവും നശിച്ചു പോകുന്നില്ല, ഒരു ജീവജാലവും ഇല്ലാതായി പോകുന്നില്ല എന്ന് സാങ്ക്യതത്വം 30-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. 11-ാമത്തെ ശ്ലോകം മുതൽ 30-ാമത്തെ ശ്ലോകം വരെ സാഖ്യോപദേശം, ആത്മതത്വോപദേശം, എന്താണ് ജീവാത്മാവ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഭഗവാൻ കർമ്മയോഗത്തിനെ കുറിച്ച് കുറച്ച് പറയുന്നു. 31-ാമത്തെ ശ്ലോകം മുതൽ കർമ്മയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. കർമ്മം അനുസരിച്ചും നീ യുദ്ധം ചെയ്യണം. കാരണം എന്താണ്? കർമ്മം അനുസരിച്ച് നീ ക്ഷത്രിയനാണ്. യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് നിന്റെ സ്വധർമ്മം. സ്വധർമ്മം അഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്യാദി യുദ്ധാശ്രയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. അപ്പൊ കർമ്മയോഗം വെച്ച് നോക്കുകയാണെങ്കിൽ നീ ക്ഷത്രിയനാണ്. നിന്റെ ഡ്യൂട്ടി എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് നിന്റെ കർമ്മം. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. നേരത്തെ സാഖ്യതത്വം അനുസരിച്ച് നീ പറഞ്ഞു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം മരിച്ചു പോകും. പക്ഷെ അവരൊരിക്കലും മരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി നിന്റെ സ്വധർമ്മം നോക്കുകയാണെങ്കിൽ നീ ക്ഷത്രിയനാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. എന്താണ് അതിന്റെ ഫലം എന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ ചോദിച്ചല്ലോ, നീ ജയിക്കുന്നതാണോ ശ്രേയസ്കരം, തോൽക്കുന്നതാണോ ശ്രേയസ്കരം എന്ന് ചോദിച്ചല്ലോ. അത് രണ്ടും നോക്കേണ്ട ആവശ്യമില്ല. ജയിച്ചാലും ശ്രേയസ്കരമാണ്, തോറ്റാലും ശ്രേയസ്കരം തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. എന്താണ് ജയിച്ചാൽ ശ്രേയസ്കരം? അധോവാ പ്രാപ്സസി സ്വർഗം ചിത്വാവാ പോക്ഷസേ മഹി. മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വീരസ്വർഗത്തിലേക്ക് പോകാം. ക്ഷത്രിയന്മാര് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ മരിക്കുകയാണെങ്കിൽ അവർക്ക് വീരസ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. അധോവാ പ്രാപ്സസി സ്വർഗം ചിത്വാവാ പോക്ഷസേ മഹിം. ഇനി ജയിക്കുകയാണെങ്കിലോ? ജയിക്കുകയാണെങ്കിൽ നിനക്ക് രാജ്യം ഭരിക്കാം. രണ്ടാണെങ്കിലും നിനക്ക് ശ്രേയസ്കരം തന്നെയാണ്. അതുകൊണ്ട് വിഷമിക്കാൻ യാതൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദയ യുദ്ധായ കൃതനിശ്ചയം. അപ്പൊ ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഭഗവാന്റെ തീരുമാനം എന്താണ്? അർജുനൻ യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ്. വീണ്ടും വീണ്ടും ഭഗവാൻ യുദ്ധം ചെയ്യണം എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. കാരണം എന്താണ്? ഭഗവാന്റെ ഉദ്ദേശം അധർമ്മികളായിട്ടുള്ള ജനങ്ങളെ ഇല്ലാതാക്കുക. അതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. അങ്ങനെ ആ കർമ്മയോഗത്തിനെ കുറിച്ച് കുറച്ച് പറഞ്ഞതിന് ശേഷം ഭഗവാൻ 39-ാമത്തെ ശ്ലോകത്തിൽ ബുദ്ധിയോഗത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇനി ബുദ്ധിയോഗം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ ശ്രേയസ്കരമാണ്. ആ ബുദ്ധിയോഗം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയോഗം ഉപദേശിച്ചു. ബുദ്ധിയോഗം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടും എന്നും ഭഗവാൻ പറഞ്ഞു 39-ാമത്തെ ശ്ലോകത്തിൽ. ഏഷാതേ അഭിഹിതേ സാഖ്യേ ബുദ്ധിർയോഗേ തിമാംസനോ ബുദ്ധ്യാ യുക്തോയയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ബുദ്ധിയോഗം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് ബുദ്ധിയോഗം എന്ന് പറഞ്ഞത്. അപ്പോൾ പരമാത്മാവ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഹൃദയത്തിലിരുന്നുകൊണ്ട് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ബുദ്ധിയോഗം ശ്രവിക്കാൻ സാധിക്കാത്തത് എന്ന് ഭഗവാൻ പറഞ്ഞു. ധ്യായതോ വിഷയാനുപുംസ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോപിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോൾ ആ പരമാത്മാവ് പറയുന്ന ബുദ്ധി എന്തുകൊണ്ട് നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു.
ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കാമവും ക്രോധവും ഒക്കെ ഉണ്ടാകും, സമ്മോഹം ഉണ്ടാകും, സ്മൃതി വിഭ്രമം ഉണ്ടാകും. സ്മൃതി വിഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിനാശം. പരമാത്മാവ് പറയുന്ന ബുദ്ധിയെ നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ബുദ്ധിനാശാ പ്രണശ്യതി. അപ്പോൾ അതിനെന്ത് വേണം? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ച ഒരു വ്യക്തിയുടെ പേരാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ ചോദിച്ചു, ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 54-ാമത്തെ ശ്ലോകത്തിൽ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേന കിമാസീത പ്രജേത. ഈ സ്ഥിതപ്രജ്ഞൻ എന്താണ് ചെയ്യുന്നത്? സ്ഥിതപ്രജ്ഞനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് അർജുനൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയും, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. യഥാ സംഹരതേ ഛായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. 58-ാമത്തെ ശ്ലോകത്തിൽ പറയും, ഒരു ആമ അതിന്റെ ഇന്ദ്രിയങ്ങളെ അതിന്റെ തോടിനുള്ളിലേക്ക് വലിച്ച് വെക്കാം. ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് വെക്കാൻ കഴിവുള്ളതാണ് ആമ. അതേപോലെ ഏതൊരു വ്യക്തിക്കാണോ ആ വ്യക്തിയുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു വെക്കാൻ സാധിക്കുന്നത്, ആ വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാകും എന്നാണ് ഭഗവാൻ പറഞ്ഞത് 65-ാമത്തെ ശ്ലോകത്തിൽ. ഇപ്പൊ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളെ അടക്കി പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാകും എന്ന് 65-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദം അധികച്ചതി. ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവും. ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ആ അനുഗ്രഹത്താൽ എന്ത് സംഭവിക്കും? പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാകും. പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പരിവധിഷ്ഠതേ. ആ പ്രസന്ന ബുദ്ധി, നമ്മൾക്ക് സമാധാനപരമായിട്ടുള്ള ബുദ്ധി ഉണ്ടാകും. ആ ബുദ്ധിയിൽ നമ്മൾക്ക് ഭഗവാന്റെ സേവനം നിരന്തരമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നത് വലിയ ഒരു മംഗളകരമായിട്ടുള്ള ജീവിതമാണ് എന്ന് പറഞ്ഞു. അതിനാണ് ഭഗവാൻ പറയുന്നത് ബ്രാഹ്മീ സ്ഥിതി. ബ്രാഹ്മീ സ്ഥിതി എന്നാണ് ഭഗവാൻ അതിനെ കുറിച്ച് പറയുന്നത് 72-ാമത്തെ ശ്ലോകത്തിൽ. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പരമാത്മാവിന്റെ നിർദ്ദേശം മനസ്സിലാക്കി ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിനെ ഭഗവാൻ എന്താണ് പറയുന്നത്? ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ. ഇതൊരു ആത്മീയമായിട്ടുള്ള സ്ഥിതിയാണ്. ബ്രാഹ്മീ സ്ഥിതി ആത്മീയമായിട്ടുള്ള അവസ്ഥയാണ്. അതിൽ തന്നെ നമ്മള് ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നയനാം പ്രാപ്യ വിമുഖ്യതി. ആ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മനക്ലേശമില്ല, മനസ്സിന് ഡിസ്റ്റർബൻസ് ഇല്ല, നമ്മൾക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടാകും. നൈനാം പ്രാപ്യ വിമുഖ്യതി, അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിമോഹമില്ല. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും, നമ്മൾക്ക് വലിയ സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകും. അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കാൻ സാധിക്കും. തിത്വാസ്യാം അന്ധകാലേവി. ഇങ്ങനെ തന്നെ നമ്മൾ അവസാന കാലം വരെ ഇരുന്നാൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ, അതിനെയാണ് ബ്രാഹ്മീ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രാഹ്മീ സ്ഥിതി എന്ന് ഭഗവാൻ പറഞ്ഞത്, ആ ബ്രാഹ്മീ സ്ഥിതിയിൽ നമ്മൾക്ക് ദുഃഖങ്ങളില്ല. നൈനാം പ്രാപ്യ വിമുഖ്യത, ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയും. അങ്ങനെ തന്നെ നമ്മൾ തുടർന്നാൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. പിത്വാസ്യാം അന്ധകാലേവി, അവസാന സമയം വരെ, ഈ ശരീരം വെടിയുന്നത് വരെ അങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അന്ധകാലേവി ബ്രഹ്മനിർവാണം പൃച്ഛതി. ബ്രഹ്മനിർവാണം, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ, 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ
ആദ്യം അർജുനോട് പറഞ്ഞത് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ജീവൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല, ശരീരത്തിനാണ് നാശം സംഭവിക്കുന്നത്. ഈ യുദ്ധത്തിൽ ധർമ്മയുദ്ധമായതുകൊണ്ട് ധർമ്മത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാവരും ഹിത്വാവ പ്രാപ്സസി സ്വർഗം, എല്ലാവരും കൊല്ലപ്പെട്ട എല്ലാവരും വീരസ്വർഗം പ്രാപിക്കും. അവർക്ക് നല്ലതാണ്. ഇനി അവർ ജയിക്കുകയാണെങ്കിലോ, ജയിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ രാജ്യം ലഭിക്കും. ഏതാണെങ്കിലും കുഴപ്പമില്ല, രണ്ടും ശ്രേയസ് തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കരുത്. വലിയ പാപമാണ്, ദോഷമാണ്, വിപരീതമാണ്, ദുഃഖമാണ് എന്നൊന്നും വിചാരിച്ച് യുദ്ധം ചെയ്യാതിരിക്കരുത്. യുദ്ധം ചെയ്യുന്നത് കൊണ്ട് രണ്ടും നേട്ടം തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക നിന്റെ കടമയാണ്. അല്ലെങ്കിൽ നീ ക്ഷത്രിയൻ അല്ലാതായി പോകും, അല്ലെ? രാജ്യത്തിന് ക്ഷത്രിയന്മാരെ ആവശ്യമാണ്. ആരൊക്കെയാണോ അധർമ്മം ചെയ്യുന്നത് അവരോട് ഉപദേശിച്ചത് കൊണ്ട് കാര്യമില്ല. അവരെ ഉപദേശിച്ച് നന്നാക്കാൻ സാധിക്കില്ല. അവര് ക്രിമിനൽസ് ആണ്, ക്രിമിനൽ ആദതായിന. നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത് ക്രിമിനലുകളാണ്, അല്ലെ? അവര് പാണ്ഡവരെ ചെറുപ്പത്തിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നവൻ ക്രിമിനലാണ്. അതേപോലെ ഒരു വ്യക്തിയുടെ ഭാര്യയെ തട്ടിയെടുക്കുന്നവൻ ക്രിമിനലാണ്. നിങ്ങളുടെ ഭാര്യയെ അവർ തട്ടിയെടുത്തു, അല്ലെ? രാജ്യസഭയിൽ വെച്ച് അപമാനിച്ചു, വിവസ്ത്രയാക്കാൻ ശ്രമിച്ചു. ഇതൊന്നും ഒരിക്കലും ഒരു സാധാരണ വ്യക്തി ചെയ്യുന്നതല്ല, ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ താമസിച്ചിരുന്ന വീട്ടിന് അവര് തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. നിങ്ങളെയൊക്കെ അവർ തീയിട്ട് ചുട്ടരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള ക്രിമിനലുകളാണ് ചുറ്റുപാടും ഇരിക്കുന്നത്. നീ വിചാരിക്കുന്നു നിന്റെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ് എന്നൊക്കെ നീ വിചാരിക്കുകയാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ക്രിമിനലുകളാണ്, ആദതായിക. അവരോട് യുദ്ധം ചെയ്യുക തന്നെയാണ് നിന്റെ ക്ഷത്രിയൻ എന്നുള്ള ധർമ്മം. ക്ഷത്രിയൻ ധർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സമൂഹം മുഴുവൻ നശിച്ചു പോകും. പിന്നെ അധർമ്മം വളരെയധികം വർദ്ധിക്കും. അതുകൊണ്ട് നീ ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്കും യുദ്ധം ചെയ്യണം. പിന്നീട് പരമാത്മാവിന്റെ നിർദ്ദേശം, ബുദ്ധിയോഗം നീ കേൾക്കുകയാണെങ്കിലും അതനുസരിച്ചും നീ യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? പരമാത്മാവായിട്ടുള്ള ഭഗവാൻ എന്താണ് നിർദ്ദേശിക്കുന്നത്? നേരിട്ട് യുദ്ധം ചെയ്യാൻ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ആ പരമാത്മാവിന്റെ നിർദ്ദേശം കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഇന്ദ്രിയ നിയന്ത്രണം ഉള്ളവനായിരിക്കണം. തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ അഭരദർശവ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ആദ്യം എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനായിട്ട് മാറണം. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ നിനക്ക് ഈ ബുദ്ധിയോഗം മനസ്സിലാവുകയുള്ളൂ. പരമാത്മാവ് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകും. അങ്ങനെ പരമാത്മാവ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിന്റെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാകും, നിനക്ക് പ്രസാദം ഉണ്ടാകും, ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിന്റെ ദുഃഖങ്ങളെല്ലാം മാറും, നിന്റെ സംശയങ്ങളെല്ലാം മാറും. അങ്ങനെ തന്നെ നീ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാന്റെ നിർദ്ദേശമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഏഷാ ഭ്രാമി സ്ഥിതി പാത്ത. അത് ഒരു ആത്മീയമായിട്ടുള്ള അവസ്ഥയാണ്. ആത്മീയതയിൽ നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ നൈനാം പ്രാപ്തി വിമുഖ്യത, ദുഃഖങ്ങൾ അനുഭവപ്പെടുന്നില്ല. പുറമെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ അവസാനം വരെ ഇരുന്ന് കഴിഞ്ഞാൽ സ്ഥിത്വാസ്യാം അന്ധകാലേതി ബ്രഹ്മനിർവാണം വൃക്ഷതി. അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവസാനം നമ്മൾക്ക് ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഇത് വളരെ ശ്രേയസ്കരമായിട്ടുള്ളൊരു വഴിയാണ്, പന്ഥാവാണ് എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അപ്പൊ ഈ അധ്യായത്തിൽ ഭഗവാൻ കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും അതേപോലെ ഭക്തിയോഗത്തെയും ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. ബുദ്ധിയോഗം ഭക്തിയോഗത്തിന്റെ ഒരു ഭാഗമാണ്. കർമ്മയോഗം പറഞ്ഞു, ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് കർമ്മം ചെയ്യണം. അതേപോലെ ജ്ഞാനയോഗം, ജ്ഞാനം, ജീവാത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ രണ്ടാമത്തെ അധ്യായം ഇനി വരാൻ പോകുന്ന എല്ലാ അധ്യായങ്ങളുടെയും ഒരു ചുരുക്കമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ ഈ രണ്ടാമത്തെ അധ്യായത്തെ ഗീതാ വിഷയങ്ങളുടെ സംഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇന്നത്തെ ദിവസം ഈ രണ്ട് അധ്യായങ്ങളുടെ ഒരു ചുരുക്കം ഒന്ന് നമ്മൾ ഓടിച്ചു നോക്കി. ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനിയുള്ള ഈ 4-5 ദിവസം ഇങ്ങനെ ഒരു ചുരുക്കം, ഓരോ അധ്യായത്തിന്റെയും ഒരു ചുരുക്കം, ഒരു പുനരവലോകനം
ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കുന്നുണ്ടോ ഇങ്ങനെ പറയുന്നത്?